അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ ബ്യൂട്ടിഫുൾ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ യു കെയിൽ പഠിക്കാൻ വരുന്ന എല്ലാവരുടെയും ഒരു സ്വപ്ന ദിവസമായ ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റെനി ബേബിയുടെ ദിവസമാണ്. അപ്പോൾ ഇന്ന് സ്റ്റെനി ബേബിയുടെ ഗ്രാജുവേഷനാണ് നടക്കുന്നത് അങ്ങ് ഈസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ നമുക്ക് ഈസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ ഗ്രാജുവേഷനും യൂണിവേഴ്സിറ്റിയൊക്കെ ഒന്ന് കണ്ടിട്ട് തരും. അപ്പം എല്ലാവർക്കും യു കെ വരുന്നവർക്ക് ഗ്രാജുവേഷനൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളും ഗ്രാജുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളും നടക്കാനിരിക്കുന്ന ഒരാളാണ് ഞങ്ങൾ. അപ്പോൾ നമുക്ക് സ്റ്റെനി ബേബിയുടെ ആകാംക്ഷകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. ഈസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഒരു മെജോറിറ്റി മലയാളികളും പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നമുക്ക് സ്റ്റെനി ബേബിയോട് ചോദിക്കാം. എങ്ങനെയാണ് സ്റ്റെനി ബേബി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി? അവിടെ പഠിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ക്ലാസ്സിൽ തന്നെ എനിക്ക് തോന്നുന്നൊരു 19ഓളം മലയാളീസും നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ കുറേ പേര് ഉണ്ടായിട്ടുണ്ട്. നല്ല യൂണിവേഴ്സിറ്റിയാണ്, ടീച്ചിങ് ഒക്കെ നല്ലതാണ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ നന്നായി പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ ഫെയിലും. സ്ട്രിക്റ്റ് ആണോ യൂണിവേഴ്സിറ്റി? സ്ട്രിക്റ്റ് ആണ്. ഞാൻ അവിടെ എടുത്തത് MSc ബയോമെഡിക്കൽ സയൻസ് ആണ്. സയൻസ് റിലേറ്റഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ അസസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓറൽ പ്രസൻറ്റേഷൻ, ഗ്രൂപ്പ് പ്രസൻറ്റേഷൻ, പിന്നെന്താ റിട്ടേൺ എക്സാം, അസസ്മെൻറ്റ് സബ്മിഷൻ, അങ്ങനെ ഓവറോൾ കുറച്ച് ടഫായിരുന്നു. ബട്ട് എങ്ങനെയോ ലക്ക് പാസ്സായി പോകുന്നു. അതിൻ്റെ ഫലമായാണ് ഇന്ന് പോകുന്നത് ഗ്രാജുവേഷന്. ഒത്തിരി എക്സൈറ്റഡ് ആണോ? യെസ്, ഓഫ് കോഴ്സ് ഐ ആം എക്സൈറ്റഡ് വിത്ത് നൗ. അപ്പോൾ നമ്മളിത് സ്റ്റെനി ബേബിക്ക് ഗ്രാജുവേഷന് കൊടുക്കാനുള്ള പൂക്കൾ മേടിച്ചു. നല്ല പിങ്ക് വൈറ്റ് പൂക്കൾ, നമുക്ക് പൂക്കൾ കൊടുക്കണം. അപ്പോൾ ഇതേ പൂക്കളൊക്കെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നമുക്ക് ഒരു ബസ് കയറിയാൽ മതി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലോട്ട്. അപ്പം ഇത് മറ്റേ ഈസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസിലാണ് ഇവരുടെ ഗ്രാജുവേഷൻ നടക്കുന്നത്. അപ്പോൾ ഓൾറെഡി പഠിക്കുന്നത് നമ്മുടെ സ്ട്രാറ്റ്ഫോർഡിലുള്ള ക്യാമ്പസിലാണ്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലെത്തി. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു സൈഡിൽ കൂടെ മറ്റേ ട്രെയിൻ പോകും, മറ്റേ സൈഡിൽ കൂടെ പ്ലെയിൻ വരും. അപ്പം മൊത്തത്തിൽ ഒരു നല്ല ഭംഗിയുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലെത്തി. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്ങും അങ്ങനത്തെ നമ്മുടെ മേജോറിറ്റി മലയാളം പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണിത്. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അകത്തോട്ട് കയറി. അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ റിസപ്ഷൻ. അപ്പോൾ നമുക്ക് ഗ്രാജുവേഷന് ഒരു പ്രത്യേക ഭാഗമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. ഒരു അതിൻ്റെ സ്പോർട്സ് സെൻറ്ററിൻ്റെ അവിടെയാണ് ഗ്രാജുവേഷൻ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പല സമയങ്ങളിലായിട്ട് ഗ്രാജുവേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഫുള്ള് ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ഹോളിൻ്റെ സൈഡിലാണ് ഗ്രാജുവേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡ്രസ്സ് മേടിക്കാൻ നിൽക്കണം ഇവിടെ. അപ്പം നമുക്ക് യൂണിവേഴ്സിറ്റി കാരണം ഇതുപോലൊരു സാധനം കിട്ടും. ഇതിലെന്താ ഉള്ളതെന്ന് തുറന്നു കണ്ടു. ഫുഡിനുള്ള വൗച്ചർ, ഗ്രാജുവേഷൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. കാരണം നമ്മൾ പൈസ നേരത്തെ കൊടുത്ത് ബുക്ക് ചെയ്താൽ മതി. നമുക്കിങ്ങനെ സാധനമൊക്കെ പിടിച്ച് നമുക്ക് ഫോട്ടോ എടുക്കും. പിന്നെ നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങനെ ചെന്നാൽ മതി അവിടെ. നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ കുറേ സ്റ്റാഫുകളുണ്ട് നമ്മളെ ഗ്രാജുവേഷന് വേണ്ടി ഒരുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അത് കോട്ടൊക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്തൊരാളുടെ അടുത്തുണ്ട്, നമുക്ക് പാകത്തിനുള്ള തൊപ്പി തന്നുവിടും. പിന്നെ നമ്മൾ സ്വന്തം ഗ്രാജുവേഷൻ നടക്കുന്ന ഹാളിലോട്ട് പോകുന്നത്. നമ്മൾ ആദ്യം ഇങ്ങനെ ക്യൂ നിൽക്കും. നമ്മൾ കേരളം എല്ലാവരും ഈ ഒരു ഹാളിൽ കൂടിയാണ് കയറുന്നത്. ഗ്രാജുവേഷൻ്റെ ഹാളിൻ്റെ അകത്ത് നടക്കുന്ന വീഡിയോസ് എല്ലാം കണ്ടിട്ട് വരാം.